നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. കൊമ്പൻ ചരിഞ്ഞത് കർണാടകയിലെ ബന്ദിപ്പൂരിൽ എത്തിച്ചതിന് ശേഷം ആനയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന പ്രത്യേക സംഘം പരിശോധിക്കും. 20 ദിവസത്തിനിടെ ആനയ്ക്ക് മയക്കുവെടിവേറ്റത് 2 തവണയാണ്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തും. വെറ്റിനറി സർജൻമാരുടെ സംഘം ഉടൻ ബന്ദിപ്പൂരിലെത്തും. വിവരങ്ങളുമായി ഷിബു ചേരുന്നുണ്ട്. ഷിബു, കർണാടകയിലെ ബന്ദിപ്പൂരിൽ എത്തിച്ചതിന് ശേഷമാണ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇന്ന് നടക്കാനിരിക്കുകയാണ്. അതെ, രാവിലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വന്നത്. അതായത് ഇന്നലെ വളരെ ഏറെ ഒരു ദിവസത്തെ ശ്രമത്തിനൊടുവിൽ പിടികൂടി രാത്രി 10 മണിയോട് കൂടിയാണ് മാനന്തവാടിയിൽ നിന്നും ഈ എലഫന്റ് ആംബുലൻസ് ബന്ദിപ്പൂരിലേക്ക് പുറപ്പെട്ടത്. രാത്രി 12:30 1 മണിയോട് കൂടി അർദ്ധരാത്രിയോട് കൂടി അവിടെ എത്തുകയും ഇവിടെ നിന്ന് പോയ വനപാലകർ അവിടെ ആനയെ എത്തിച്ച ശേഷം തിരിച്ചു പോരുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് ആന ചരിഞ്ഞ വിവരം പുറത്തു വന്നത്. ഈ 20 ദിവസത്തിനിടെ 2 തവണ ആനയ്ക്ക് മയക്കുവെടിയേറ്റിരുന്നു. അതിനു മുമ്പ് ഒരു തവണയും, അങ്ങനെ 3 തവണ ആകെ ആനയെ മയക്കുവെടി വെച്ച് ഇതുവരെ പിടികൂടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ശരീരത്തിനുള്ളിൽ മയക്കുമരുന്ന്, ഈ മയക്കുവെടി വെക്കാനുള്ള മരുന്ന് ചെന്നതിന് എന്തെങ്കിലും ഫലമാണോ ആന ചെരിയാൻ കാരണമെന്നാണ് ഇപ്പോൾ വനപാലകർ സംശയിക്കുന്നത്. പക്ഷേ ഇന്നലെ ഡോസ് കൂടിയിട്ടില്ല എന്നാണ് വനപാലകർ പറയുന്നത്. കൃത്യമായ ഡോസ് തന്നെയാണ് ഇന്നലെയും പ്രയോഗിച്ചത്. അതുകൊണ്ട് എന്തെങ്കിലും ഇന്നലെ മയക്കുവെടി വെച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അല്പസമയത്തിനകം തന്നെ ആന ചെരിയേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലത്തേത് മാത്രമായിരിക്കില്ല. ഇതിനു മുൻപ് 2 തവണ കൂടി മയക്കുവെടി വെച്ചതിനാൽ ഇതുകൂടി ആകാൻ കാരണമുണ്ട്, സാധ്യതയുണ്ട് എന്നുള്ളതാണ് വനപാലകർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഫോറസ്റ്റ് വെറ്റിനറി സർജൻമാരുടെ ഒരു സംഘം തന്നെ ബന്ദിപ്പൂരിലേക്ക് പോകാനാണ് ഒരുങ്ങുന്നത്. കേരളത്തിൽ നിന്നുള്ള കേരള വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും DFOമാരും വയനാട് വൈൽഡ് ലൈഫ് വാർഡനും അടക്കമുള്ളവർ ഇപ്പോൾ പോകുന്നതിനുള്ള ഒരുക്കം നടക്കുകയാണ്. അവർ കൂടി ചെന്നതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ ഒരു ദിവസം മുഴുവൻ മാനന്തവാടി നഗരത്തെ മുൾമുനയിലാക്കിയ തണ്ണീർക്കൊമ്പനെ വൈകുന്നേരം 5:30 കൂടിയായിരുന്നു മയക്കുവെടി വെച്ച് പിടികൂടിയത്. മയക്കുവെടി വെച്ചതിന് ശേഷം മണിക്കൂറുകൾ നീണ്ട ഒടുവിലാണ് കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ എലഫന്റ് ആംബുലൻസിൽ കയറ്റി ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയത്. രാത്രി 10 മണിയോടെയാണ് മാനന്തവാടി നഗരം വിട്ട് ഈ സംഘം പുറപ്പെട്ടത്. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള വനപാലകരും ഈ എലഫന്റ് ആംബുലൻസിനോടൊപ്പം ബന്ദിപ്പൂരിലേക്ക് പോയിരുന്നു. അവിടെ ആനയെ ഇറക്കിയ ശേഷമാണ് എല്ലാവരും മടങ്ങിയത്. ഇന്ന് രാവിലെ ഇവരൊക്കെ വിശ്രമിക്കുന്നതിനിടയിലാണ് ഈ ദുരന്ത വാർത്ത വന്നിട്ടുള്ളത്. അതിനാ പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് വനം വകുപ്പ് അറിയിച്ചത്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തുറന്നുവിടുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ 20 ദിവസത്തിനിടെ ആനയ്ക്ക് മയക്കുവെടിവേറ്റത് 2 തവണയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കുമല്ലോ എന്താണ് ഈ ഒരു മയക്കുവെടി വെച്ചതാണോ കാരണം എന്നൊക്കെ കണ്ടെത്താൻ കഴിയുള്ളൂ. തീർച്ചയായും നമ്മൾ ഇന്നലെ ആനയെ നേരിട്ട് കണ്ടിരുന്നതാണല്ലോ. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. ആ മയക്കുവെടി ഏറ്റതിന് ശേഷവും, സാധാരണ മയക്കുവെടി ഏറ്റു കഴിഞ്ഞാൽ ആന, ഇത്തരം വന്യമൃഗങ്ങൾ മയക്കുവെടി ഏറ്റു കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് നിൽക്കുകയോ അവിടെ പിന്നീട് അതിന് ശാന്തനാവുകയാണ് ചെയ്യുന്നത്. ഈ ആന മയക്കുവെടി ഏറ്റ ശേഷം, ആദ്യ ഡോസ് മയക്കുവെടി ഏറ്റ ശേഷം കുറെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാലുകളും അനക്കുന്നുണ്ടായിരുന്നു, ഇരു ചെവികളും വീശുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് 2ാമത്തെ ഡോസും മയക്കുവെടി വെച്ചു. ഈ വെച്ചതിന് ശേഷം അവിടെ ആനയെ വാഹനത്തിലേക്ക് കയറ്റുന്നതിനായി കുങ്കിയാനകൾ ഉപയോഗിച്ച് ഒരു വലിയ പ്രകാശ സംവിധാനം ഒരുക്കിയിരുന്നു. ഈ പ്രകാശ സംവിധാനം ഒരുക്കിയതോടെ ആന കുറച്ചു ദൂരം നടക്കുകയും ചെയ്തു. ഏകദേശം ഒരു 10-20 മീറ്ററോളം ദൂരം ആന നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 50-100 മീറ്ററിന് അടുത്ത് വെച്ച് തന്നെ ഞാൻ ഈ ആനയെ നേരിട്ട് പലതവണ കണ്ടു. നമ്മൾ ആ സമയത്തൊക്കെയും ആന പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. മറ്റു വനപാലകരും ഫോറസ്റ്റ് വെറ്റിനറി സർജനും ഒക്കെ പറഞ്ഞത് ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ്. രാത്രി കുങ്കിയാനകളെ ഉപയോഗിച്ച് കയറ്റുമ്പോൾ തന്നെ ചില പരിക്കുകളൊക്കെ, അതായത് 2 കുങ്കിയാനകൾ 2 സൈഡിലും ഇരുവശങ്ങളിലും നിന്ന്, ഇടതും വലതും വശങ്ങളിൽ നിന്ന് ആനയെ ഉന്തി തള്ളിയാണ് ഈ വാഹനത്തിനുള്ളിലേക്ക് കയറ്റുക. ഇങ്ങനെ വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്ത് ഈ കുങ്കിയാനകളുടെ കൊമ്പ് കൊണ്ടും മറ്റും ചെറിയ ചെറിയ പരിക്കുകൾ, മുറിവുകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നലെ അങ്ങനെ പറയത്തക്ക പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാലിനൊക്കെ ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ ഇങ്ങനെ ദൗത്യം നടക്കുമ്പോൾ ഈ ദൗത്യത്തിനിടെ കുങ്കിയാനകളുടെ കൊമ്പ് കൊണ്ടും മറ്റും ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടാവുന്നതല്ലാതെ മറ്റ് പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആരോഗ്യവാനായിരുന്നു ഈ തണ്ണീർക്കൊമ്പൻ എന്ന ആന. ഷിബു, ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്? പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്താൻ തന്നെയാണോ തീരുമാനം? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ?
പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. കർണാടക വനം വകുപ്പിലെ വിദഗ്ധരായ ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വെറ്റിനറി സർജന്മാരുടെ ഒരു സംഘം തന്നെ ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ പരിശോധന നടത്തും. എന്താണ് ഈ മരണ കാരണം, ചെരിയാനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു പരിശോധന തന്നെ നടത്തും. കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നുള്ള സംഘവും അവിടേക്ക് എത്തുന്നുണ്ട്. അവർ കൂടി എത്തിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. ഇന്ന് തന്നെ എന്തായാലും നടത്തും. ശരി ഷിബു, മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു. കൊമ്പൻ ചരിഞ്ഞത് കർണാടകയിലെ ബന്ദിപ്പൂരിൽ എത്തിച്ചതിന് ശേഷം ആനയ്ക്ക് സംഭവിച്ചതെന്താണെന്ന പ്രത്യേക സംഘം പരിശോധിക്കും. 20 ദിവസത്തിനിടെ ആനയ്ക്ക് മയക്കുവെടിയേറ്റത് 2 തവണയാണ്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തും. വെറ്റിനറി സർജന്മാരുടെ സംഘം ഉടൻ ബന്ദിപ്പൂരിലെത്തും. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിബു.